ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമി അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തിനാണ് മോളെ നീ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ ചുമച്ച് ചോര തുപ്പിയാനാണോ നീ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? എൻ്റെ തൊണ്ടം മുറിഞ്ഞിട്ടായിരിക്കുമെന്നേ ഞാൻ ചോര തുപ്പിയത്. അതിനെ ഹോസ്പിറ്റലൊന്നും കാണിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇത് കേട്ടപ്പോഴേക്കും അച്ഛാ, ഏതായാലും ഹോസ്പിറ്റൽ വരെ വന്ന് ഒന്ന് ചെക്കപ്പ് ചെയ്യട്ടേന്നേ, ഏത് ബ്ലഡ് റിസൾട്ട് വരട്ടെ, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിയാം, മനസ്സിലായല്ലോ? ഓ എൻ്റെ ദൈവമേ, ഇവളുടെ ഒരു കാര്യം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നേഴ്സ് വരുന്നത്. അപ്പം നേഴ്സ് വന്നിട്ട്, അതെ ഡോക്ടർ വിളിക്കുന്നുണ്ട്, ആ പേഷ്യൻറ്റിനല്ല പേഷ്യൻ്റെ കൂടെയുള്ള ഇയാളെ വിളിക്കുന്നതെന്ന് പറയാണ്. ശരി അച്ഛാ, എങ്കിൽ പിന്നെ ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ, ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി നേരെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്ന്, ഡോക്ടറെ എന്താ ഡോക്ടറെ കാര്യങ്ങൾ, റിസൾട്ട് വന്നോ ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോഴേക്കും, റിസൾട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആവേശത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്. അത് പിന്നെ ബ്ലഡ് റിസൾട്ട് വന്നിട്ടുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റേതായ സെൻസിൽ എടുക്കണം, ടെൻഷൻ അടിക്കാൻ നിൽക്കരുതെന്ന് പറയണം. എന്താ ഡോക്ടറെ, അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഈ ബ്ലഡ് റിസൾട്ടിൽ ഞങ്ങൾ കണ്ടത് അച്ഛന് ബ്രെയിൻ ട്യൂമറാണ് എന്നാണ്. ഇത് കേട്ടതും ഭൂമി ആകെ വല്ലാതെ അപ്സെറ്റ് ആവുകയാണ്. ഭയങ്കര പേടിച്ച് വിറച്ച് വല്ലാത്തൊരു രീതിയിൽ ഇങ്ങനെ ഡോക്ടർ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുകയാണ്. പെട്ടെന്ന് അങ്ങനെ തലയിറങ്ങി വീണ് കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഡോക്ടർ ഭൂമിക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുക. അപ്പോൾ ഭൂമിയാണെങ്കിൽ കുറച്ച് നേരം അങ്ങോട്ട് മാറി നിൽക്കുക. മാറി നിന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയുക. അങ്ങനെ കരഞ്ഞ് തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. താൻ ഓടാൻ പോകുമ്പോൾ തൻ്റെ അച്ഛൻ തൻ്റെ പിന്നാലെ വരുന്നതും തന്നെ സ്നേഹിച്ച് ലാളിച്ച് തനിക്ക് ഉറക്കൊഴിച്ച് തൻ്റെ കാലൊക്കെ തിരുമ്മി തരുന്ന ആ അച്ഛനെ ഒരു നിമിഷം നമ്മുടെ ഭൂമി ഇങ്ങനെ ആലോചിക്കുക. അതെല്ലാം ആലോചിച്ചതിന് ശേഷം നേരെ ഡോക്ടറിൻ്റെ അടുത്ത് വീണ്ടും ചെല്ലുകയാണ് ഭൂമി. എന്നിട്ട് ചോദിക്കുകയാണ്, ഡോക്ടർ ബ്രെയിൻ ട്യൂമർ അച്ഛൻ്റെ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഏത് ഭാഗത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ട്യൂമർ വന്നിരിക്കുന്നത് തലച്ചോറിൻ്റെ ഇന്ന ഭാഗത്താണ്, അതൊരു ഡേഞ്ചർ സ്ഥലമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ രക്ഷപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്, ഓപ്പറേഷനും കുറച്ച് റിസ്ക് ആണെന്നൊക്കെ പറയുകയാണ് ഡോക്ടർ. ഏത് മുഖേനയും എൻ്റെ അച്ഛനെ രക്ഷിക്കണമെന്ന് തന്നെയാണ് എനിക്ക് ഡോക്ടറോട് പറയാനുള്ളത് ഡോക്ടർ. പക്ഷേ ഇതൊരു ചിലവേറിയ ഓപ്പറേഷനാണ്, നിങ്ങളെ കൊണ്ട് അത് സാധിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും, എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും ഡോക്ടർ, ഡോക്ടർക്ക് പറയാം എത്ര ചിലവ് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഒരു 12 മുതൽ 14 ലക്ഷം രൂപ വരെ വരും എന്ന് ഭൂമിയോട് പറയുകയാണ്. ഇത് കേട്ട ഭൂമി ഒന്നും ഞെട്ടുക. കാരണം ഒരു ദിവസത്തെ ആഹാരത്തിന് പോലും ഭൂമി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് വീട്ടിലെ ചിലവുകളെല്ലാം കഴിക്കാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് തന്നെ ഭൂമിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നുകയാണ്. ഡോക്ടർ ഇത്രയും ചിലവ് വരൂ ഡോക്ടർ എന്ന് ചോദിക്കുകയാണ്. ആ വരും, പിന്നെ ഇനി നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ പോലും ഒരു ലേശം വ്യത്യാസമേ വരുള്ളൂ, അല്ലാതെ അവർ കൂടുതലൊന്നും കുറയ്ക്കാനായിട്ട് പോകുന്നില്ല. കാരണം ഇതൊരു ചിലവേറിയ ഓപ്പറേഷനാണ് എന്നൊക്കെ ഭൂമിയോട് പറയുകയാണ്. ഡോക്ടർ എനിക്ക് കുറച്ച് സാവകാശം വേണം ഡോക്ടർ, എനിക്ക് പൈസ സംഘടിപ്പിക്കണം, ഇത്രയും പൈസയൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ എനിക്ക് ഡോക്ടറോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്ത് റിക്വസ്റ്റ്? എനിക്ക് വേണ്ടി അത് ചെയ്തു തരണം ഡോക്ടർ. എൻ്റെ അച്ഛനോട് ഈ സത്യങ്ങൾ പറയാൻ പാടില്ല, അച്ഛനിങ്ങനെ ഒരു ബ്രെയിൻ ട്യൂമർ ആണെന്നുള്ളൊരു കാര്യം അച്ഛനോട് പറയാൻ പാടില്ല എന്ന് പറയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? പേഷ്യൻറ്റിനെ മറച്ചു വെച്ച് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലെന്ന് നിയമമുണ്ട് ഡോക്ടർ. ഞാൻ പറഞ്ഞല്ലോ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തിക്കോളാം, അതെനിക്കൊരു സാവകാശം വേണം, അതുവരെ അച്ഛൻ സത്യങ്ങളൊന്നും അറിയരുത്, അത് കഴിഞ്ഞിട്ട് അച്ഛൻ സത്യങ്ങൾ അറിഞ്ഞോട്ടെ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഡോക്ടർ, എനിക്ക് പണം ഉണ്ടാക്കുന്ന ഒരു സാവകാശം മാത്രം മതിയെന്നും ഭൂമി പറയണം. ശരി, നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ, ഞാൻ ഏതായാലും സത്യങ്ങളൊന്നും പറയുന്നില്ല. ശരി, അച്ഛനെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറയാം. അങ്ങനെ ഭൂമി നേരെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ അവിടെ അച്ഛൻ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തായി മോളെ കാര്യങ്ങളെല്ലാം? ഡോക്ടർ എന്തു പറഞ്ഞു? എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതെ, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ബ്ലഡ് റിസൾട്ടൊക്കെ നോർമലല്ലേ? അതെ, നോർമൽ തന്നെയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇവിടം വരെ വരാനായിട്ട്? ചുമ്മാ അനാവശ്യമായി പൈസ കളയാൻ വേണ്ടി. അച്ഛനെ വിളിക്കുന്നുണ്ട് ഡോക്ടർ. ശരി, ഞാൻ പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ നേരെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഡോക്ടറെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ല, തനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പല്ല് തേച്ചപ്പോൾ ഒന്ന് ചുമച്ച് തൊണ്ട പൊട്ടി ചോര വന്നതായിരിക്കും അല്ലേ ഡോക്ടറെ? ആ അതെ, അങ്ങനെ തന്നെയാ, തൊണ്ട പൊട്ടി ചോര വന്നതാ. അതെ, ഞാൻ വേദന വരുമ്പോൾ കഴിക്കാനുള്ള മരുന്ന് തന്നിട്ടുണ്ട്, അത് കഴിച്ചാൽ മതി, വേദന വരുമ്പോഴത്തേക്ക് ഇത് കഴിച്ചാൽ മതി എന്ന് പറയണം. ശരി ഡോക്ടറെ, എൻ്റെ മോളോട് എത്ര പറഞ്ഞാലും മതിയാവില്ല, ഞാനൊന്ന് തളർന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും എന്നെ. അത് സ്നേഹം കൊണ്ടാണേ
എന്നോട് ഭയങ്കര കരുതല, എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്ന രീതിയിൽ തന്നെ പറയുകയാണ്. ഇതേപോലെ ഒരു മോളെ കിട്ടിയതേ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഡോക്ടറെ, അങ്ങനെയാണ് ഞാൻ കരുതുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടറും വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുകയാണ്. കാരണം ഇത്രയും നല്ലൊരു മകളെയാണല്ലോ ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് എന്ന് വരെ ചിന്തിക്കുകയാണ് നമ്മുടെ ഈ ഡോക്ടർ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അജയനെയാണ്, ഭൂമിയാണ്. ഭൂമി അപ്പോൾ രാവിലെ വാക്കിംഗ് എല്ലാം കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ, വാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഭൂമി ഇങ്ങനെ ആലോചിക്കുകയാണ് തൻ്റെ അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അച്ഛനെ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ന് പോലെ നമ്മുടെ ഭൂമിക്ക് അറിയില്ല. എങ്ങനെ ഈ പൈസയൊക്കെ ഉണ്ടാക്കുന്ന പോലും അറിയില്ല. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണ് ഭൂമിയുടെ ചെവിയിലേക്ക് ഇങ്ങനെ മുഴങ്ങി വരികയാണ്. അച്ഛന് ബ്രെയിൻ ട്യൂമറാണ്, ഇത്രയും ലക്ഷം രൂപ ചിലവാകും, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ. അങ്ങനെ ഭൂമി ഓടി നേരെ അച്ഛൻ്റെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആഹാ ഓടി എത്തിയല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഭൂമിയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. എന്തു പറ്റി? കണ്ണീന്ന് കണ്ണീരൊക്കെ വരുന്നുണ്ടല്ലോ, എന്താ പറ്റിയത്? അപ്പോഴേ അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഓടാൻ പോകുമ്പോൾ ഒരു ഗ്ലാസ് വെക്കണമെന്ന്. കണ്ണാടി വെച്ചില്ലെങ്കിൽ കണ്ണിൽ പൊടി കയറൂലേ? പൊടി കയറിയത് കൊണ്ടല്ലേ ഇപ്പോൾ ഭൂമിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് ശരിയാച്ചാ, പക്ഷേ കണ്ണാടി ഒന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ, ഇത് തൽക്കാലത്തേക്കല്ലേ ഉള്ളൂ, അതൊക്കെ പെട്ടെന്ന് പോകില്ലേ? പിന്നെ പെട്ടെന്ന് പോകും, ഇതും ആലോചിച്ചുകൊണ്ടിരുന്നാൽ മതി കേട്ടോ എന്നൊക്കെ പറയാം. അതെ, അച്ഛനിപ്പോൾ ഒരു കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞല്ലോ, പിന്നെ മോൾ എന്താണ് ഒരു ടെൻഷൻ ആയതുപോലെ? പണ്ടത്തെ കോമഡി ഒന്നും അങ്ങോട്ട് വരുന്നില്ല, എന്താ കോമഡി ഒന്നും പറയാത്തത്? അല്ല, മോളിങ്ങനെ വരാൻ നേരത്ത് കുറേ കോമഡികളൊക്കെ പറയുന്നതാ. ഇത് കേട്ടത് നമ്മുടെ ഭൂമിയാണെങ്കിൽ അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. ആഹാ അത് ശരി, ഞാനപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ എന്നെ കെട്ടിപ്പിടിക്കുകയാണോ? അതെന്താ കെട്ടിപ്പിടിക്കാനുള്ള കാരണമൊക്കെ? എനിക്ക് മനസ്സിലാവുന്നുണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്ത് മനസ്സിലാവുന്നുണ്ടെന്ന്? അല്ല, എന്തോ ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ ഈ കോമഡി പറയുന്ന ആള് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? എന്നോടെന്താ സഹതാപമാണോ? അയ്യടാ, സഹതാപമൊന്നല്ല, എനിക്ക് വേണ്ടി കുറേ എൻ്റെ പിറകെ നടന്ന് ഓടുകയാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചുമ്മാ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചെന്നേ ഉള്ളു. ദേ ഇപ്പാൾ ഉഷാറായി, സമാധാനമായി, സന്തോഷമായി, ഇപ്പാൾ ഉഷാറായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഏതായാലും വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറ്. വണ്ടി പണി മുടക്കും അച്ഛാ. ഈ വണ്ടിയെ എൻ്റെ ജീവനാ, എൻ്റെ ജീവൻ പോകാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ജീവൻ പോയാലും ഈ വണ്ടിയുടെ ജീവൻ കളയാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും ഭൂമിക്ക് വീണ്ടും അത് ഫീലിംഗ് ആവുക. അപ്പോൾ രണ്ടുപേരും കൂടി വണ്ടിയിലേക്ക് കയറുകയാണ്. വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് സ്റ്റാർട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ആകുന്നുണ്ട്. അല്ല, അച്ഛൻ്റെ വണ്ടി സ്റ്റാർട്ടായാലോ? അപ്പം ജീവൻ കയ്യിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പായില്ലേ? പിന്നെ തീർച്ചയായിട്ടും എൻ്റെ ജീവൻ പോയാൽ പോലും ഈ വണ്ടിയുടെ ജീവൻ പോകില്ല, എൻ്റെ ജീവനും പോകില്ല. അങ്ങനെ പോകാനേ ഞാൻ സമ്മതിക്കില്ല. ഞാനേ സ്ട്രോങ് എന്നിങ്ങനെ സംസാരിക്കാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ, ഈ ഒരു മനോഭാവമാണ് ഉണ്ടാകേണ്ടത്. നമ്മൾ എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം. നമുക്കൊന്നും വരില്ലെന്ന് നമ്മൾ പറഞ്ഞാൽ മതി. അതിനെ തുടർന്ന് നമുക്ക് ഒന്നും വരില്ല അച്ഛാ, നമ്മളെപ്പോഴും സ്ട്രോങ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും, മരണത്തിന് വരെ നമ്മളെ തോൽപ്പിക്കാനായിട്ട് പറ്റും എന്നിങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി യാത്ര ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ CI ആണ്. അപ്പോൾ CI എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ CIയുടെ അമ്മാവൻ വരിക. അപ്പോൾ അമ്മാവൻ വന്നിട്ട് നീ ഇങ്ങനെ എന്തൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഒന്നുമില്ല, ഞാനൊരു കേസിൻ്റെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മാവ. എന്താ അമ്മാവ? അതെ, ഇങ്ങനെ പോയാൽ ശരിയാവോ? നിൻ്റെ നയനയും കാത്ത് ഇനി എത്ര കാലം ഇങ്ങനെ ഇരിക്കേണ്ടത്? നയന ഇനി വരുമെന്നൊക്കെ തോന്നുന്നുണ്ടോ? നീ പ്രണയിച്ച് ഇപ്പോൾ അവൾ ഇങ്ങോട്ട് വരാറ് പോലുമില്ല, അവളൊരു ഫോൺ കോൾ പോലും വരാറില്ല. പിന്നെ നീ അവളെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വെന്തുരിക്കട്ട് വല്ല ആവശ്യമുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല അച്ഛാ, ആരുടെ പ്രണയത്തെക്കുറിച്ച് അച്ഛനെ അറിയാൻ പാടാത്തത് കൊണ്ടാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് പോലും എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് അമ്മാവന് കഴിയുന്നില്ല? സോറി അച്ഛാ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സോറി. അപ്പോൾ പക്ഷേ എടാ, അഞ്ജലിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാനാണെങ്കിൽ അവർക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. അഞ്ജലിയെ നീ കല്യാണം കഴിക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. അച്ഛാ, അഞ്ജലിയും ഞാനും കൂടി ഒരുമിച്ച് കളിച്ച് വളർന്ന ആളാണ്. അവളെനിക്ക് ആ രീതിയിൽ കാണാൻ പറ്റില്ല. എടാ, എന്നാലും നിൻ്റെ മുറപ്പെണ്ണാണ്. നീ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ താമസിക്കേണ്ട ആൾക്കാരാണ്. എന്നിട്ട് നീ ഇപ്പോൾ വേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? എൻ്റെ മനസ്സിൽ നയനെ ഉള്ളിടത്തോളം കാലം എനിക്ക് വേറൊരു പെണ്ണിനെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല അമ്മാവ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് നയനെ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഇനി നിൻ്റെ ഇഷ്ടം, എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. പിന്നെ നീ അന്ന് കാണിച്ച ആ പെണ്ണില്ലേ ഭൂമി, അത് ഭയങ്കര തൻ്റെയുള്ള പെണ്ണ് തന്നെ കേട്ടോ. അവളോ തൻ്റെ ഇടയിലുള്ള അഹങ്കാരി. അഹങ്കാരം എന്നൊന്നും പറയണ്ട. എനിക്ക് അവളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കോ 2 വയസ്സിൽ നഷ്ടപ്പെട്ട അമ്മാവൻ്റെ മകളെ പോലെ തോന്നിയല്ലേ? അതേടാ, എനിക്ക് അതേപോലെ തോന്നി. എങ്കിലേ അമ്മാവന് 2 വയസ്സിൽ നഷ്ടപ്പെട്ടത് നല്ല കാര്യമാണെന്ന് കരുതിയാൽ മതി. കാരണം എന്താണെന്നറിയാവോ?
ഇവളെ പോലൊരു മകളൊക്കെ അമ്മാവനുണ്ടായാലേ അമ്മാവൻ തലയും പറിച്ചുകൊണ്ട് ഓടും. അതേ രീതിയിൽ അവളുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മാവൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ ഈ CI ആണെങ്കിൽ തൻ്റെ കാമുകിയെക്കുറിച്ച് ആലോചിക്കുക. അങ്ങനെ കാമുകിയെ കണ്ടതും എനിക്കിനി കുറേ ലക്ഷ്യങ്ങളുണ്ട്, അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരെ എനിക്ക് പോരാടണം, പണം വേണം നമ്മുടെ ജീവിതത്തിൽ, കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേരുടെ മുന്നിൽ ഞാൻ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ തൻ്റേതായ കാര്യങ്ങൾ മുഴുവനും അവിടെ പറയുകയാണ് ഈ നയന. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ CIയോട് ചോദിക്കുകയാണ്, CI നിനക്ക് എന്താകാനുള്ള ആഗ്രഹം എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്കൊരു CI പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞപ്പോഴേക്കും ആഹാ കൊള്ളാലോ, നിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ കൊള്ളാം. അതെ, ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും, അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ CI ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ പ്രണയം ഞാൻ ഇനി ഇപ്പോൾ ഉള്ളൂടെ എപ്പോൾ തുറന്നു പറയും, തുറന്നു പറഞ്ഞാലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന ചോദിക്കുകയാണ്, ഇതെന്താ നീ എന്തിങ്ങനെ ആലോചിക്കുന്നത്, എന്തോ കാര്യമായിട്ടാണല്ലോ. ഒന്നുമില്ല, അത് വെറുതെ നിനക്കെന്തോ എന്നോട് പറയാനുണ്ട് അല്ലേ. ഒരു ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം, അതാണ് ആത്മാർത്ഥ സുഹൃത്തുക്കൾ. അപ്പം നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ട്, എന്താണെങ്കിലും പറയടാ, ഞാൻ അത് കേൾക്കാൻ തയ്യാറാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും CI ആണെങ്കിൽ പോക്കറ്റിൽ നിന്നൊരു റോസാപ്പൂ എടുക്കുക. റോസാപ്പൂ എടുത്തിട്ട് നേരെ നമ്മുടെ നയനയുടെ മുന്നിലേക്ക് നീട്ടുകയാണ്. എന്നെ കല്യാണം കഴിക്കാൻ റെഡിയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയന ഒന്ന് സ്തംഭിച്ചങ്ങ് നിൽക്കുക. നയനയുടെ മുഖഭാവം മാറിയത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ CIക്കും ആകെ ടെൻഷൻ തോന്നുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. താങ്ക് യു. ബൈ ബൈ.